വളരെ ഇഷ്ടത്തോടു കൂടി നമ്മൾ ചെടികൾ വാങ്ങും, പൂക്കളുള്ള ചെടികൾ പ്രത്യേകിച്ച്. പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ പൂക്കൾ ഉണ്ടാവാറേയില്ല അല്ലേ. അപ്പൊ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വീട്ടിലുള്ള ചെറിയൊരു സാധനം കൊണ്ട് ഇതുപോലെ ചെയ്താൽ നിറച്ചു പൂക്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ചൂട് കാലമായതുകൊണ്ട് തന്നെ കുട്ടികളുടെ തലയിൽ പെയിൻ അധികമായിട്ടുണ്ടാവും അല്ലെ. അതിനുള്ള നല്ലൊരു ഹോം റെമഡി പറഞ്ഞു തരുന്നുണ്ട്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വീട്ടിലെന്നും എപ്പോഴും ഉള്ള വിനാഗിരിയില്ലേ, അത് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 അതിൽ കൂടുതൽ ഒഴിക്കാം. നമ്മളുടെ പാത്രങ്ങളിലുള്ള കറ എങ്ങനെയാണോ, ഇതുപോലെ സെറാമിക് പാത്രങ്ങൾ, ഗ്ലാസിന്റെ പാത്രങ്ങൾ, ഈവൻ നമ്മളുടെ സ്റ്റീൽ പാത്രങ്ങളാണെങ്കിൽ കൂടി നമ്മൾ കുറേ അധികം ഉപയോഗിക്കുമ്പോൾ അത് പഴയത് ആയ ഒരു ലുക്ക് വരും അല്ലേ. അപ്പൊ അതില്ലാതിരിക്കാൻ നമ്മൾ മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഇതുപോലെ കുറച്ചധികം വിനാഗിരി ഒഴിച്ച് ഒരു ചെമ്പിൽ ഇതുപോലെ പാത്രങ്ങൾ മുക്കി വെച്ച് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമ്മൾ വെറുതെ ഇതുപോലെ ഒന്ന് മുക്കി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് എടുത്താൽ തന്നെ അത് നല്ല വെട്ടിത്തിളങ്ങും കേട്ടോ. ഒന്ന് ചെയ്തു നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ എണ്ണക്കുപ്പികൾ നമ്മൾ എത്ര സൂക്ഷിച്ചാലും അതിന്റെ സൈഡിൽ കൂടെ പോയിട്ട് നമ്മൾ പിന്നെ എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് തെന്നി പോകാനും അതുപോലെ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് കുപ്പി. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിനാഗിരി ഇതുപോലെ ഒരു ടിഷ്യൂലോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ അതിനുള്ള എണ്ണമയം മൊത്തം പോകാനും അതുപോലെ കൈ നമുക്ക് പിടിക്കുമ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടാനൊക്കെ സഹായിക്കും. നമ്മൾ തേനൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അത് നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാനായിട്ട്. ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാൻ പറ്റില്ല. ഉറുമ്പാണെങ്കിൽ അതിന്റെ ചുറ്റിനും വന്ന് നിൽക്കും അല്ലെ. അപ്പൊ ഈ ഒരു വിനാഗിരി ഇതുപോലെ എടുത്തിട്ട് അതിന്റെ ചുറ്റിനും നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഉറുമ്പിന്റെ ശല്യമേ ഉണ്ടാവില്ല. അത് നമുക്ക് ടെൻഷനും വേണ്ട. നമുക്ക് തേനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഔഷധ ഗുണമുള്ളതാണ്. ഒരിക്കലും ഫ്രിഡ്ജിൽ അതൊന്നും വെക്കരുത് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ ഇല്ലാതാകാനായിട്ട് സാഹചര്യം നമ്മളായിട്ട് വെച്ചു കൊടുക്കരുത്. നമ്മൾ പുറത്ത് തന്നെ വെച്ചിട്ട് വേണം തേൻ ഉപയോഗിക്കാനായിട്ട്. അടുത്തായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1 ലിറ്റർ വെള്ളം, കറക്റ്റ് 1 ലിറ്റർ വെള്ളം തന്നെ എടുക്കണം നിങ്ങൾ. 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ കുപ്പിയിലെ വെള്ളം വാങ്ങുന്ന കുപ്പിയിലൊക്കെ അളന്നെടുത്താലും മതി. അളക്കാൻ പാടുള്ളവർ 1 ലിറ്റർ വെള്ളം തന്നെ എടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇത് മാസത്തിൽ ഒരിക്കൽ മാത്രമേ ചെയ്യാവുള്ളൂ. ഇത് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ ചെടികളിൽ പൂക്കളില്ല, നമ്മൾ റോസയൊക്കെ മേടിച്ചാലും ഒട്ടും പൂവുണ്ടാവുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ഉള്ളവർക്ക് ഇതുപോലെ ചെയ്യാം. പല പല മരുന്നുകളുണ്ട്. അതിൽ ഒന്നാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തന്നേക്കുന്നത്. നല്ല രീതിയിൽ അത് പിടിക്കുവാനും പൂക്കളിടാനും ഒക്കെ സഹായിക്കും. നമ്മൾ റോസയിൽ മാത്രമല്ല മുല്ലയിലും ഇതുപോലുള്ള ചെടികളെ നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ കാണും. നമ്മൾ വളരെ ഇഷ്ടത്തോടു കൂടി ഈ പൂക്കളുള്ള ചെടികളൊക്കെ മേടിച്ചു കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നാലോ അതിലൊരു പൂവും ഉണ്ടാവില്ല, കായും ഉണ്ടാവില്ല. നമ്മളപ്പോൾ വിചാരിക്കും ഇത് എന്തുകൊണ്ടാണെന്ന്. നേഴ്സറിയിലുള്ള ആളുകളൊക്കെ ഇതുപോലെയൊക്കെ ചെയ്തിട്ടാണ് അവര് ആ ഒരു പൂക്കളൊക്കെ നിലനിർത്തി കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പൊ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. വിനാഗിരി ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ കൂട്ടി വെക്കുകയോ കുറേ നേരം നമ്മൾ അതിന് സ്പെൻഡ് ചെയ്യുകയോ ഒന്നും വേണ്ട. നമ്മൾ 1 ലിറ്റർ വെള്ളം കറക്റ്റ് എടുക്കുക. ആ ഒരു പാത്രം ഒരു ചെടിക്കായിട്ട് ഒഴിക്കുക. മാസത്തിൽ ഒരിക്കൽ മാത്രം നിങ്ങളിങ്ങനെ ചെയ്യുക. അല്ല എപ്പോഴും നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ചെടി വാടിപ്പോകാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ബോഗൺവില്ലയിലും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഏതൊരു പൂവിടുന്ന ചെടിക്കും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്ക് പോലും ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് ഞാനൊരു 4 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ കുറച്ചധികം എടുക്കും. ഇത് ഒരു മീഡിയം സൈസാണ്, അതുകൊണ്ടാണ്. ഒരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മൾ വീട്ടിലുള്ള കറിവേപ്പിലയാണെങ്കിൽ എത്രയും നല്ല ബെറ്റർ. എന്താണെന്ന് വെച്ചാൽ അല്ലാണ്ടുള്ള കറിവേപ്പിലയിലൊക്കെ മരുന്നൊക്കെ അടിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് എടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കൃഷ്ണ തുളസിയാണ് കേട്ടോ.
സാധാ തുളസിയല്ല, കൃഷ്ണ തുളസി. അത് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നമ്മളൊന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് തൊലി കളയാണ്ടും വേണമെങ്കിൽ എടുക്കാം, പക്ഷെ അതിൽ മരുന്നൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇഞ്ചിയും തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ഈ ഒരു ചൂട് സമയത്ത് കുട്ടികളുടെ തലയിൽ പേൻ വളരെ അധികമായിട്ട് വരുന്ന വെച്ചാൽ തല നല്ല രീതിയിൽ തന്നെ വേർത്ത് ഇരിക്കുമ്പോൾ ആ ഒരു നനവോടു കൂടി കുട്ടികളുടെ തല ഇരിക്കുമ്പോൾ ഈ പേൻ പെരുക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ അതിലേക്ക് മിക്സിയിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും അതുപോലെ തന്നെ 4 തണ്ട് കറിവേപ്പിലയും ഒരു പിടി കൃഷ്ണ തുളസി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ തന്നെ അരിച്ചെടുക്കണം. ഇത് നമ്മൾ ഷാമ്പൂ ഒക്കെ കിട്ടും പേൻ കളയുന്നത്, പക്ഷെ ഒരിക്കലും നിങ്ങൾ അതൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള നമുക്ക് അപ്പം പെയിൻ പോയി കിട്ടുമെങ്കിലും പിന്നീട് നമുക്ക് അത് പല ബുദ്ധിമുട്ടും ഹെൽത്തിന് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തല നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഇതുപോലെ ചടയൊക്കെ കളഞ്ഞ് ഈരി എടുക്കുക കേട്ടോ. നമ്മൾ ഇത് വൈകുന്നേരങ്ങളിലൊന്നും ഉപയോഗിക്കാതെ രാവിലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ തലയോട്ടിയിൽ നല്ലതുപോലെ ഇത് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. നമ്മൾ കൈകൊണ്ട് പിടിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നമ്മളൊരു കോട്ടൺ തുണി എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ മാസത്തിലൊരിക്കൽ ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. അതൊന്ന് മുക്കിയതിന് ശേഷം നല്ലതുപോലെ തലയിൽ തേച്ച് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ തേച്ച് കൊടുക്കണം കേട്ടോ. ഓരോ തലയോട്ടിയിൽ നല്ലപോലെ ഈ ഒരു കറിവേപ്പിലയും കൃഷ്ണ തുളസിയൊക്കെ ചെന്നത് കൊണ്ട് തന്നെ നമ്മൾ നീർക്കെട്ട് തലവേദന അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ജലദോഷം വരല അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ മുടി വളരുവാനും മുടി നല്ല സ്ട്രോങ് ആയിട്ട് വരുവാനും നല്ല കറുപ്പാകാനും അതുപോലെ തന്നെ പേനിൻ്റെ ശല്യം ഈര് എല്ലാം നല്ല ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് തല കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാലും മാസത്തിലൊരിക്കൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. കുട്ടികളുടെ മുടി നല്ല രീതിയിലാകാൻ ഇത് സഹായിക്കുന്നതാണ്. പിന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഇത് തേച്ച ഉടനെ നമ്മളൊന്ന് ഒരു നേരിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. സോപ്പൊന്നും ഇടണ്ട, നേരിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ പെയിൻ ചീപ്പോ അല്ലെങ്കിൽ നമ്മളുടെ സാധോ ചീപ്പ് എടുത്ത് ഇതുപോലെ നമ്മൾ ഇന്ന് ഈരി കളഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാവുള്ളൂ കേട്ടോ. അതിനു മുമ്പ് നിങ്ങൾ ചെയ്യരുത്. കുളിച്ചതിന് ശേഷം നിങ്ങളൊന്ന് ഈരുക കേട്ടോ. ഫസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ